കോഴിക്കോട്ട് പരസ്യ ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തിൽ വാഹനമോടിച്ചവരുടെ ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ബെൻസ് ഓടിച്ച സാബിത് റഹ്മാന്റെയും ഡിഫൻഡർ ഓടിച്ച മുഹമ്മദ് റഹീസിന്റെയും ലൈസൻസാണ് റദ്ദാക്കിയത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് RTO സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകി. സിനോജ് തോമസ് നൽകും വിവരങ്ങൾ. സിനോജ് തോമസ്, ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. തുടർ നടപടികൾ, കേസിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? സുജയ പാർവതി, സാബിത്തിന്റെ ലൈസൻസ് 1 വർഷത്തേക്കും റഹീസിന്റെ ലൈസൻസ് 6 മാസത്തേക്കുമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അവർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് പോയിരിക്കുന്നത്. ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിനോട് മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് രേഖാമൂലം തന്നെ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. 2 അംഗ സംഘത്തെ മോട്ടോർ വാഹന വകുപ്പ് ഈ കേസിന്റെ തുടരന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. അപകടം വരുത്തിയ ബെൻസ് വാഹനത്തിന്റെ നമ്പർ യഥാർത്ഥ നമ്പറല്ല, പഴയ നമ്പറാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ യഥാർത്ഥ രേഖകൾ ഹാജരാക്കാൻ വേണ്ടി നിർദ്ദേശം ഈ RC ഓണർക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഡിഫൻഡർ വാഹനത്തിനും താൽക്കാലിക നമ്പർ പ്ലേറ്റ് വെച്ചാണ് വാഹനം ഓടിച്ചത്. അതിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. അപകടം വരുത്തിയ ബെൻസ് വാഹനം കോഴിക്കോട് നഗരത്തിൽ അമിത വേഗതയിൽ സഞ്ചരിച്ചതിന് 2 കേസുകളും നിലവിൽ ഈ വാഹനത്തിനെതിരെയുണ്ട്. തുടർ നടപടി ഈ രേഖകൾ പരിശോധിച്ച ശേഷം സ്വീകരിക്കാമെന്ന നിലപാടിലാണ് മോട്ടോർ വാഹന വകുപ്പുള്ളത്.